GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. അൽമംസാർ ബീച്ചിൽ അടിയന്തര ഘട്ടങ്ങളിൽ നിശ്ചയദാർഢ്യ വിഭാഗക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയതായി ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. കാഴ്ച പരിമിതിയുള്ളവരെ അപകടഘട്ടത്തിൽ ഒഴിപ്പിക്കൽ സ്ഥലങ്ങളിലേക്ക് നിശ്ചയിക്കുന്നതിന് പ്രത്യേക റേഞ്ച് സ്പീക്കർമാരെയും കേൾവി പരിമിതിയുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വൈബ്രേഷൻ സംവിധാനവുമാണ് സജ്ജമാക്കിയത്. അടിയന്തര ഘട്ടങ്ങളിൽ ബീച്ചിലെ എല്ലാ വിഭാഗം സന്ദർശകർക്കും മുന്നറിയിപ്പ് ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ പുതിയ സംവിധാനങ്ങളിലൂടെ കഴിയുമെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. എമിറേറ്റിലെ ബീച്ചുകൾ കൂടുതൽ നിശ്ചയദാർഢ്യ സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടികൾ. കഴിഞ്ഞ വർഷം ദുബായ് വിമാനത്താവളം ഉപയോഗിച്ചത് 9,20,00,000 പേർ. 2023 6% വർധനമാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത്. കോവിഡിന് മുമ്പത്തെ 2018 8,91,00,000 എന്ന റെക്കോർഡ് എണ്ണത്തെയും മറികടന്നാണ് ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന നേട്ടം ദുബായ് വിമാനത്താവളം നിലനിർത്തിയത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ എക്സ് അക്കൗണ്ട് വഴി വെളിപ്പെടുത്തിയത്. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. UAE വിവിധ ഭാഗങ്ങളിൽ ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തിൻ്റെ വടക്ക് കിഴക്ക് മേഖലകളിലാണ് മഴ പ്രവചിക്കുന്നത്. ഈ ദിവസങ്ങളിൽ താപനില കുറയുകയും ചെയ്യും. കാലാവസ്ഥയിലെ മാറ്റം പല സ്ഥലങ്ങളിലും രാത്രി സമയങ്ങളിൽ ഈർപ്പം വർദ്ധിക്കാനും രാവിലെ മൂടൽമഞ്ഞ് രൂപപ്പെടാനും കാരണമായേക്കും. അതുപോലെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഞായർ മുതൽ തിങ്കൾ രാവിലെ വരെ തീരപ്രദേശങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും വടക്കൻ കിഴക്കൻ മേഖലകളിൽ ചിലപ്പോൾ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. താപനില കുറയുന്നതോടൊപ്പം പർവ്വത പ്രദേശങ്ങളിൽ മഞ്ഞ് വീഴാനും ചില പ്രദേശങ്ങളിൽ ആലിപ്പഴം വീഴാനും സാധ്യതയുണ്ട്. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി.